നാട്ടിലെ പിടുത്തമിട്ടൊരു ബ്ലോഗറിന് ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. 2 ദിവസത്തിന് ഓനെ സിയാന ഗ്രൂപ്പ് ദുബായിക്ക് കൊണ്ടുവന്നാണ്. ആളെ ഞാൻ കാണിച്ചു തരാം. ഹലോ 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 മിസ്റ്റർ പെരേര. ഭയങ്കര തിരക്കാ, പിടുത്തമിട്ട് തിരക്കാ. അത് റിക്കിന്റെ ഇടയിൽ ഒരു ദിവസം കേക്ക് കഴിക്കാന്നുള്ളൂ. എന്താ പറയാ, ഞാൻ ഞാനാണ് വലിയ തൊള്ളത്. അതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഇവിടുത്തെ തൊഴിൽ. നാട്ടില് പുടുത്തം പെട്ട് ഇന്റെ നാട്ടില് വന്നാലേ ഇടക്കിടക്ക് ആളുകൾ എന്നോട് പറയണ കേൾക്കാം. എപ്പോ പോകുമ്പോഴും ആളുകള് ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. ആ പീഡിയോയിലാണ് തള്ളി കാട്ടി ഇങ്ങനെ കുത്തിറക്കണത്. അതാണ് ഓല് പറയല്. ഈ ഞാന് നാട്ടില് പുട്ട തിരക്കാണത്. വേറെ എന്തിനാ വാവിന് വേറെ പ്രത്യേകം തരാ. ക്യാമറ ഓണായ കുത്തനും തള്ളും. അതല്ലെങ്കിൽ ആളുകളായിട്ട് ആ ഒരു കുറച്ചൊരു 2 ദിവസത്തെ പരിചയമെങ്കിലും വേണം. അങ്ങനല്ല, നമ്മള് ക്യാമറ ഇത് ജോലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജോലിയാണ്. അപ്പൊ അത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ കൂളായിട്ട് പറഞ്ഞു പോകും. അത് ഓണല്ലാന്നുണ്ടെങ്കിൽ അതുണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു നാടൻ ശൈലിയിലൂടെ അല്ലെ അതിനെ നിലനിർത്തിയാണ്ട് കേറി വന്ന ആളാണ് വഹാബ്. അതിന് നിലനിർത്തുന്നത് മാത്രല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് പിന്നെ നമ്മൾ സംസാരിച്ചാലേ നമ്മളെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യൂല. ഇപ്പൊ ഞാൻ എന്റെ സ്ലാങ്ങില് എന്റെ മദർ ടങ്, എന്റെ വല്യമ്മ വല്യപ്പ എന്റെ ഉമ്മ ഒക്കെ സംസാരിക്കണ ആ സ്ലാങ്ങിലാണ് വീഡിയോ ചെയ്യാറ്. ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കാറും. അപ്പം പല ആളുകളുടെ വിചാരം നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. മീൻസ് ഇവർക്ക് വിചാരം ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോളജാണ്, ഒരു വിവരമാണ് എന്നാണ്. സ്ലാങ് ഒരിക്കലും ഒരു നോളജോ ഒന്നുമില്ല. അത് ജസ്റ്റ് സ്ലാങ്. അതിപ്പോ എത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിച്ചാലും ലാംഗ്വേജ് ഓൺലി ഫോർ യൂസിങ് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് ലാംഗ്വേജ്. അതൊരിക്കലും ഒരു വിവരമല്ല. നമ്മള് ഈ നമ്മൾ മലപ്പുറം ജില്ലയാണല്ലോ. നമ്മൾ മലപ്പുറത്ത് ഈ കജ്ജ് നെജ്ജ് പജ്ജ് എന്ന് പറയുമ്പോ വിവരം കെട്ടവൻ, വിവരം ഇല്ലാത്തവൻ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. കുറെ ആളുകളുണ്ട്. നമുക്ക് നമ്മളെ കമന്റിൽ നമ്മൾ കാണാറുണ്ട്. ഇവരെ വിചാരം ഇതൊരു വലിയൊരു നോളജ്. ഓൾക്ക് കൈ പശു അങ്ങനെ പറയണമെന്നാ. അങ്ങനെ നമ്മള് 4 ആള് കൂടുമ്പോ അതൊരു കുട്ടി ഉണ്ടല്ലോ, കുട്ടി കളിച്ചോണ്ടിരിക്കുമ്പോള് ഓടന്റെ മോളെ വീയും, ഓടന്റെ മോളെ വീയും എന്ന് പറഞ്ഞ വീടപ്പം എന്നോട് അപ്പളല്ലേ പറഞ്ഞു കുരിപ്പ മണ്ടണ്ട മുഖന്ന്. അത് നാച്ചുറൽ ഉള്ളിൽ നിന്ന് വരും. പക്ഷെ നമ്മളൊരിക്കലും, ഞാൻ സാധാരണ എന്റെ ഒരു നിലപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ നാട്ടിൽ എങ്ങനെയാണോ നമ്മളെ സ്ലാങ് എന്താണോ അതേപോലെ സംസാരിക്കാം. ഞാൻ ഇപ്പൊ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ശുദ്ധ മലയാളം പറഞ്ഞാണ് സ്റ്റാൻഡേർഡ് ആയി നിന്നാണ്ട് വീഡിയോ കഴിഞ്ഞാണ്ട് വീണ്ടും പിന്നെ പഴയതിലേക്ക് മാറാൻ അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ രീതിയിൽ അതെ നമ്മള് there is no meaning I am not able to speak in English and Arabic or Urdu. I can speak in English very well because you know last 2007 മുതൽ 2021 വരെ ഞാൻ ഈ UAE ലീഗൽ അഡ്വൈസർ ഇപ്പം PRO ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. 140 കൺട്രീസിൽ ക്ലയന്റിനെ ഡീൽ ചെയ്തിരുന്ന ആളാണ്. അനംഷി കുല്ലു കലാം അറബി അംഷി മാഫിയ ഈ മുഷ്കില. And also the English very well, I can speak very well. There is no meaning. ഈ ചില ആളുകളുടെ വിചാരം ലാംഗ്വേജ് നല്ല രീതിയിൽ സംസാരിച്ചാല് വലിയ എല്ലാം തരുന്ന ആളായി എന്നാണ് വിചാരമുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്കിപ്പോ ഇംഗ്ലീഷ് പറയാൻ അറിയിട്ടോ ശുദ്ധ മലയാളം പറയാൻ അറിയിട്ടില്ല. നമ്മൾ വളർന്നു വന്ന നമ്മളെ സ്ലാങ്, നമ്മളെ മദർ ടങ് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു. അതിനർത്ഥം നമുക്ക് മറ്റു ചിലക്ക് സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതല്ല. നമ്മൾ ഈ സ്ലാങ്ങിനെ കളിയാക്കുന്ന ആളുകളെ നമ്മൾ വേണ്ടി വെല്ലുവിളിക്കാം. യു ഓൾവേസ് വെൽക്കം ടു കമ്മ്യൂണിക്കേറ്റ് സ്കിൽ. അപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് അറിയാന്ന് തെറ്റിദ്ധരിച്ചാണ് നമ്മളെ കളിയാക്കുന്ന ആളുകളോട് നിങ്ങൾ എന്നും കളിയാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പണ്ട് ഞാൻ ഇവിടെ UAE ജോലിക്കായിട്ടായിരുന്നു വന്നിരുന്നത് ഇവിടെ. ഇപ്പൊ നമ്മളിവിടെ ഗസ്റ്റ് ആണ്. അതെങ്ങനെയാണ് ഈ മലയാള ഭാഷ, മലപ്പുറത്തിന്റെ തനി നാടൻ ഭാഷ സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ ഞാനൊക്കെ പലപ്പോഴും സാധാരണ എന്റെ ഡ്രസ്സ് പറഞ്ഞാൽ കള്ളിത്തുണിയും ടീഷർട്ടും ഒക്കെയാണ്. ടീഷർട്ടും കള്ളിത്തുണിയാണ്.